കേരളത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ ചർച്ചയ്ക്ക് 30 വർഷങ്ങൾക്ക് മുൻപ് ചോരയിൽ കുതിർന്ന ഒരു ചരിത്രം പറയാനുണ്ട്. CPIM മറന്നാലും മറന്നുവെന്ന് നടിച്ചാലും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയാത്ത കൂത്തുപറമ്പെന്ന ചരിത്രം. പരിയാരം സഹകരണ മെഡിക്കൽ കോളേജിനെ അട്ടിമറിച്ച് സ്വകാര്യ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചാണ് അന്ന് DYFI തെരുവിലിറങ്ങിയത്. 1994 നവംബർ 25-ന് കൂത്തുപറമ്പ് അർബൻ ബാങ്കിന് മുന്നിൽ പോലീസ് നടത്തിയ വെടിവെപ്പിൽ റോഷൻ, ബാബു, ഷിബുലാൽ, രാജീവൻ, മധു എന്നീ 5 പേർ പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. നട്ടലിന് വെടിയേറ്റ പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷിയായി. ചോരയുടെ മണം പേറുന്ന ആ ചരിത്രത്തിന്റെ 30 വർഷങ്ങൾക്കിപ്പുറം ഇടതുപക്ഷ സർക്കാർ വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിൽ പരവതാനി വിരിക്കുകയാണ്. സംസ്ഥാനത്തിന് മാത്രം മുഴുവൻ കാര്യങ്ങളും നിർവഹിച്ച് ഒരു വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയെ രൂപപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ അതിനാവശ്യമായ രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരു മുതലാളിത്ത സമൂഹമാണല്ലോ ഇന്ത്യ. ആ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഗവൺമെൻറ്റിനും ആ കാര്യം കൈകാര്യം ചെയ്യേണ്ടി വരും. ജനകീയ ചൈന പോലും ആ നിലപാടാണ് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോയത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ മൂലധനം സ്വീകരിക്കാമെന്ന് അന്നത്തെ DYFI നേതാവും ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ MV ഗോവിന്ദൻ ന്യായീകരിക്കുമ്പോൾ എന്തിനായിരുന്നു 5 ചെറുപ്പക്കാരുടെ ജീവൻ കുരുതി കൊടുത്തത് എന്നാണ് മറു ചോദ്യം. വിദേശ സർവകലാശാല നയത്തെ ന്യായീകരിച്ച് ശരിയെന്ന് സ്ഥാപിക്കാമെങ്കിലും രക്തസാക്ഷിത്വത്തെ ഒറ്റുകൊടുക്കരുതെന്നാണ് പാർട്ടിക്കെതിരെ ഉയരുന്ന വിമർശനം. അന്നില്ലാത്ത ഏത് പുതിയ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് നവകേരളത്തിൽ ഉണ്ടായതെന്ന് പാർട്ടി അണികൾ തന്നെ തിരിച്ചു ചോദിക്കുന്നു. സ്വയം വിമർശന പ്രത്യയശാസ്ത്രത്തിൽ ഉന്നതമായി കാണുന്ന രക്തസാക്ഷിത്വത്തിനും കാലാന്തര പരിഷ്കാരം സംഭവിച്ചോ? റിപ്പോർട്ടർ അർജുൻ കല്യാൺ, റിപ്പോർട്ടർ, കണ്ണൂർ.